ഹായ്, ഇസ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടോഡിയോട് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൊരു വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഗുജറാത്ത് സ്പെഷ്യാലിറ്റീസ്, ഗുജറാത്തിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറ് രത്നം എന്ന പേരിലായിരുന്നു ഗുജറാത്ത് അറിയപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടെന്നാൽ പണ്ട് കാലത്ത് ഗുജറാത്ത് വലിയ സമ്പന്നമായൊരു പ്രദേശമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ രത്നം എന്ന പേരിൽ അറിയപ്പെടുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഗുജറാത്തിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1,96,024 ഇവിടുത്തെ ടോട്ടൽ. 1,96,024 കിലോമീറ്റർ സ്ക്വയറാണ് ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം 1,600 കിലോമീറ്ററോളം തീരപ്രദേശമാണ്. തീരപ്രദേശം കൂടുതലും ഭൂരിഭാഗവും കത്തിയവാർ ഉപദ്വീപിൻ്റെ പ്രദേശങ്ങളിലാണ് തീരപ്രദേശം ഭൂരിഭാഗവും കാണപ്പെടുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിനഗർ ആണെങ്കിലും ഏറ്റവും വലിയ സിറ്റി എന്ന് പറയുന്നത് അഹമ്മദാബാദാണ്. ഗുജറാത്തിൻ്റെ ഏറ്റവും വലിയ സിറ്റി അഹമ്മദാബാദാണ്. ഗുജറാത്ത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ 5ാം സ്ഥാനമാണ് ഗുജറാത്തിനുള്ളത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ. അതോടൊപ്പം ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങളുടെ ഇടയിൽ 9ാം സ്ഥാനമാണ് ഗുജറാത്തിനുള്ളത്. വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 5ാം സ്ഥാനവും ജനസംഖ്യയുടെ കാര്യത്തിൽ 9ാം സ്ഥാനവും. 33 ജില്ലകളാണ് ഗുജറാത്തിലുള്ളത്. ഗുജറാത്തിൻ്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഗുജറാത്തിയാണ്. ഈ ഗുജറാത്തിന് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം ഗുർജറുകളുടെ നാട് എന്ന പേരിൽ നിന്നുമാണ് ഗുജറാത്ത് എന്ന പേര് ഇതിലേക്ക് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഗുജറാത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ 23 സ്ഥലങ്ങൾ ഗുജറാത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം ലോതൽ അതിവിടെയായിരുന്നു. ആദ്യത്തെ തുറമുഖം എന്ന് പറയുന്നത് സിന്ധു നദീ സംസ്കാരത്തിൽ. അതും മറ്റൊരു പ്രത്യേകതയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ തുറമുഖം ലോതൽ അതിവിടെയായിരുന്നു. പിന്നീട് BC 1750 ആ ഒരു കാലഘട്ടത്തിൽ മൗര്യ രാജാക്കന്മാർ ഇവിടെ ഭരിച്ചു. അതിനുശേഷം ഗുപ്ത രാജവംശം ഇവിടെ ഭരിച്ചു. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോകുന്ന പിന്നീട് മുഗൾ ചക്രവർത്തിമാരുടെ കൈകളിലായി. ഏകദേശം 1500 കാലഘട്ടമായപ്പോഴേക്കും ഗുജറാത്ത് ഒരു സമ്പന്ന രാജ്യമായി അന്ന് കാലത്ത്. കാരണം കയറ്റുമതി ഇറക്കുമതിയും തീരപ്രദേശങ്ങളുടെ സാന്നിധ്യവും എല്ലാം കൊണ്ട് ഗുജറാത്ത് ഒരു സമ്പന്ന രാജ്യമായി മാറുകയായിരുന്നു 1500 ആ കാലഘട്ടത്തിൽ. അതോടൊപ്പം മുഗൾ ചക്രവർത്തിമാരിൽ 6ാമനായ ഔറംഗസേബ് ജനിച്ചത് ഗുജറാത്തിലാണ്. അതും മറ്റൊരു പ്രത്യേകതയാണ്. ഇങ്ങനെ ഈ കടൽ സാമീപ്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കയറ്റുമതി ഇറക്കുമതിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ യൂറോപ്യന്മാരും അവരൊക്കെ വൻതോതിൽ ഇവിടേക്ക് വരുവാൻ തുടങ്ങി. അങ്ങനെ പോർച്ചുഗീസുകാരുടെ കൈകളിലായി, ഡച്ചുകാരുടെ കൈകളിലായി, ഫ്രഞ്ചുകാരുടെ കൈകളിലായി. അവസാനം ഇത് ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കൈകളിലാവുന്നു. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഗുജറാത്ത് സംസ്ഥാനം രൂപീകരിക്കുവാനായിട്ടുള്ള പ്ലാനുകളൊക്കെ നടന്നപ്പോൾ ഇത് പാകിസ്ഥാനോട് ചേരുമോ ഇന്ത്യയോട് ചേരുമോ എന്നൊരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യയോട് ചേർന്ന് 1960 മെയ് 1 ഗുജറാത്ത് സംസ്ഥാനം രൂപീകരിക്കുന്നത്. 1960 മെയ് 1. 1960 മെയ് 1 രൂപീകരിച്ചപ്പോൾ അഹമ്മദാബാദായിരുന്നു ഗുജറാത്തിൻ്റെ തലസ്ഥാനം. പിന്നീട് 1970 അഹമ്മദാബാദിനെ മാറ്റിയിട്ട് ഗാന്ധിനഗർ തലസ്ഥാനമാക്കിയത്. എന്നിരുന്നാലും അഹമ്മദാബാദ് തന്നെയാണ് അവിടുത്തെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയാം. വാണിജ്യ തലസ്ഥാനം, ഏറ്റവും വലിയ നഗരവും അഹമ്മദാബാദാണ്. പിന്നീട് 1979 ഒരു അണക്കെട്ട് ഡാം പൊട്ടിയതിനെ തുടർന്ന് നിരവധി നാശനഷ്ടങ്ങളും നിരവധി മരണങ്ങളുമൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. മോർബി ഡാം എന്നായിരുന്നു അതിൻ്റെ പേര് 1979. പിന്നീട് 2001 ഭൂകമ്പവും ഗുജറാത്തിനെ തകർത്തു. 2002 ഗോദ്ര ട്രെയിൻ കലാപം, അതും വലിയൊരു ഇഷ്യൂ ആയിരുന്നു. 2002 ഒത്തിരി പേര് കൊല്ലപ്പെട്ടതാണ് 2002. അങ്ങനെ പിന്നീട് എന്നിരുന്നാലും ഗുജറാത്ത് അതിവേഗം വളരുന്ന ഒരു സംസ്ഥാനങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയിലെ ഗുജറാത്ത് എന്ന്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിവേഗം വളരുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ്. വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് എല്ലാവരും ഗുജറാത്തിനെ കാണുന്നത്. 2023 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ നടന്നത് ഗുജറാത്തിലാണ്, അഹമ്മദാബാദിലാണ് ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ നടന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. അതോടൊപ്പം മഹാത്മാഗാന്ധി ഗുജറാത്തുകാരനാണ്. LK അദ്വാനി ഗുജറാത്തുകാരനാണ്. വിക്രം സാരാഭായി ഗുജറാത്തുകാരനാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തുകാരനാണ്. ധീരുഭാനി അംബാനി റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമ മുകേഷ് അംബാനിയുടെ ഫാദർ, അദ്ദേഹവും ഗുജറാത്തുകാരനാണ്.
അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തുകാരനാണ്. അങ്ങനെ നിരവധി പ്രമുഖരായ രാജ്യത്തിന് തന്നെ വളരെ ഉയർന്ന VIP കളായ സെലിബ്രിറ്റീസ് എല്ലാം ഗുജറാത്തുകാരാണെന്നതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. രാഷ്ട്രപിതാവ് തന്നെ ഗുജറാത്തുകാരനാണ്, മഹാത്മാഗാന്ധി. അങ്ങനെ ഇന്ത്യയിലെ ഒരു വളരെ ശ്രദ്ധേയമായൊരു സംസ്ഥാനമാണ് ഗുജറാത്ത് എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.